ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, നെടുങ്കണ്ടം തൂക്കുപാലത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ N. ഉത്തമൻ അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. നെടുങ്കണ്ടം പഞ്ചായത്തിലെ താന്നിമൂട്, അതുപോലെ കരുണാപുരം പഞ്ചായത്തിലെ തൂക്കുപാലം എന്നിവിടങ്ങളിൽ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, പ്രത്യേകിച്ച് താന്നിമൂട് താമസിക്കുന്ന ഒരു കർഷകനായ ഉത്തമൻ N. മേലെ മണ്ണാനത്ത് ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ചേട്ടൻ ഇവിടെ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങിയിട്ട് എത്ര നാളുകളായി, അല്ലെങ്കിൽ ചെറുപ്പം മുതൽ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങിയതാണോ? ഞാൻ പരമ്പരാഗത കൃഷി രീതി കണ്ടു വളർന്ന ഒരാളാണ്. ഞാൻ വല്യച്ഛനും അച്ഛനും ഒക്കെ കൃഷി ചെയ്തിരുന്നു. അന്ന് കുരുമുളകും കാപ്പിയും കപ്പയും അത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നെല്ലും ഉണ്ടായിരുന്നു. പാട്ടത്തിനടുത്തും സ്വന്തമായിട്ടും നെല്ല് കൃഷി ഉണ്ടായിരുന്നു. കരകൃഷിയും കണ്ടത്തിൽ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ട് ചെയ്ത് അവരുടെ കൂട്ടത്തിൽ വളർന്നു വന്നു. ഒരു 10ാം ക്ലാസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിവിടുന്ന് പട്ടാളത്തിൽ ജോലി കിട്ടിപ്പോയി. 16 വർഷം പട്ടാളത്തിൽ സേവനം ചെയ്തിട്ട് പ്രിമേച്ചർ വന്നു. 2000-ത്തിൽ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് കാർഷിക മേഖലയിൽ ആയിട്ട് ബന്ധപ്പെട്ട് പുതിയ രീതിയിലുള്ള കൃഷികൾ കണ്ട് ഏലം, കുരുമുളക്, ഏലത്തിനകത്ത് കാപ്പി പറ്റാത്തതുകൊണ്ട് കാപ്പിയെല്ലാം വെട്ടിക്കളഞ്ഞിട്ടാണ് ഏലകൃഷി തുടങ്ങിയത്. അതുപോലെ തന്നെ ഗ്രാമ്പു, ജാതി, ഇഞ്ചി, മഞ്ഞൾ, ചേന, ചേമ്പ്, കാച്ചിൽ, ഇടവിളയായിട്ട് ഇതെല്ലാം ചെയ്തു പോകുന്ന ഒരാളാണ്. ഇപ്പം 20 വർഷത്തിനുള്ളിൽ വ്യാപകമായിട്ട് കൃഷിയില്ലെങ്കിലും 2 ഏക്കർ സ്വന്തമായിട്ട് കൃഷിയുണ്ട്. 1 ഏക്കർ പാട്ടത്തിനെടുത്ത് ചെയ്യുന്നുണ്ട്. പാട്ടത്തിനെടുത്ത് ചെയ്യുന്നത് ഏലവും കുരുമുളകും മാത്രമേ ഉള്ളൂ. സ്വന്തം കൃഷിയിടത്തിലാണ് കാച്ചിൽ, ചേമ്പ്, ചേന, ഇഞ്ചി, മഞ്ഞൾ. അത് വ്യാപകമായ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇഞ്ചിയും മഞ്ഞളും ചേനയൊക്കെ കുറച്ച് വിപണനം ചെയ്യാനുള്ള ഉണ്ട്. ബാക്കിയുള്ള സ്വന്തം ആവശ്യത്തിന് വേണ്ടി പച്ചക്കറി കൃഷിയും സ്വന്തം ആവശ്യത്തിനും തൊട്ട് അയൽവാസികൾക്ക് കൊടുക്കാനുള്ള പച്ചക്കറി കൃഷിയും സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. പഠനം ഒക്കെ എവിടെയായിരുന്നു? പഠനം കല്ലാർ ഗവൺമെന്റ് ഹൈസ്കൂൾ മുണ്ടിരിമേലായിരുന്നു. ഞാനിവിടെ എൻ്റെ കുഞ്ഞിലെ 5 വയസ്സായപ്പോൾ ഇവിടെ വന്നു. അത് കഴിഞ്ഞ് തുടർ പഠനങ്ങൾ മൊത്തം 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ മുണ്ടിരിമ സ്കൂളിൽ പഠിച്ചു. പ്രീ ഡിഗ്രി ഇവിടെ പ്രൈവറ്റ് ആയിട്ടായിരുന്നു. അന്ന് ഇവിടെ കോളേജുള്ള സമയമല്ല, കോളേജിൽ നാട്ടിൽ പോകണമായിരുന്നു. അങ്ങനെ മുണ്ടിരിമ സ്റ്റുഡൻസ് കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്ന പഠിത്തം പൂർത്തിയാകാറായപ്പോഴാണ് ഞാൻ പട്ടാളത്തിലേക്ക് പോകുന്നത്. എന്നിട്ട് ബാക്കി എഴുതിയെടുത്ത അതാണ് പഠന കാലയളവ് എന്ന് പറയുന്നത്. അന്ന് പഠിക്കുന്ന സമയത്ത് ഈ കാർഷിക പ്രവർത്തനങ്ങളിൽ മാതാപിതാക്കളോടൊപ്പം ഏർപ്പെട്ടിരുന്നു അല്ലേ? അന്ന് പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലമല്ല. ഇന്ന് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവര് നഴ്സറിയായി LKG UKG ഇങ്ങനെ പഠിച്ചു പോവുക. അന്നത്തെ കാലത്ത് ആശാങ്കളരി ഉണ്ടായിരുന്നു. അവിടെ പോയി കൊണ്ടുവിട്ടു, അക്ഷരം പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കുന്നു. 1ാം ക്ലാസ്സിൽ ചേർത്താലും സ്കൂള് തുറക്കുമ്പം സ്കൂളിൽ പോകുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞാൽ പശുവായി, വീട്ടിലെ കാര്യങ്ങളായി. പോകുന്നിടം വരെ പശുവിന്റെ കാര്യങ്ങളും, വീട്ടിൽ കൃഷി ചെയ്യാൻ കുറെ ജോലിക്കാർ കാണും, അവരുടെ കൂട്ടത്തിൽ ഇറങ്ങുകയും അച്ഛന്റെ സഹായിക്കുകയും എല്ലാ കാര്യത്തിലും അന്ന് 10ാം ക്ലാസ് കഴിയുന്നിടം വരെ എല്ലാ കൃഷികളും നമ്മൾ സ്വയം ചെയ്യുന്ന പോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ, കൃഷിക്കാരുടെ കൂട്ടത്തിലും അച്ഛൻ്റെ കൂട്ടത്തിലും ഇറങ്ങി. അന്ന് ജോലിക്കാരൊക്കെ ഉണ്ട്. 5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. പട്ടണങ്ങളിൽ അന്ന് കോളനി കൂടിയിരുന്നതാണ്. വലിയച്ഛൻ്റെ അച്ഛൻ്റെയും കൂട്ടത്തിൽ എല്ലാ കൃഷിയിലും അന്ന് ആ ഒരു ശീലം ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇന്ന്. ഇപ്പോൾ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് ഏലം, കുരുമുളക്, ജാതി, അതുപോലെ ഇഞ്ചി, മഞ്ഞളൊക്കെ ആണെന്ന് പറഞ്ഞല്ലോ. അതിൽ പ്രധാനമായിട്ടും ഈ കുരുമുളക്, ഏത് ഇനം കുരുമുളകാണ് കൃഷി ചെയ്തിരിക്കുന്നത്? കുരുമുളക് പന്നീറുണ്ട്, കരിമുണ്ടയുണ്ട്, ഇവിടെ നീലമുണ്ടിയുണ്ട്. ഇത് 3മാണ് മെയിനായിട്ടുള്ളത്. പഴയ വെള്ളമുണ്ടി, ജീരകമുണ്ടി, ഇത് കുറച്ച് കൊടികളേ ഉള്ളൂ. അത് ഏറ്റവും പഴയ കാലത്തുണ്ടായിരുന്നു. ഇപ്പം അത് ജീരകമുണ്ടി, വെള്ളമുണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉൽപ്പാദനം കുറവാണ്. അത് വംശനാശം വന്നിട്ടുണ്ട്. 2-3 ചെടി വെച്ചേ ഉള്ളത്. ബാക്കി നീലമുണ്ടിയാണ് ഏറ്റവും കൂടുതൽ. കരിമുണ്ടയും പന്നീറും, അതാണ് പ്രധാനമായിട്ട് ഇപ്പോൾ കൃഷിയുള്ളത്. പന്നിയൂർ ഏതിനമാണ്? അതിന്റെ വിളവൊക്കെ എങ്ങനെയാണ്? ഇവ 3 തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഏതിനത്തിനാണ് കൂടുതൽ ഉൽപ്പാദനം ഇവിടെ കാണിക്കുന്നത്? ഉൽപ്പാദനം പന്നിയൂറിനാണെങ്കിലും അത് നമുക്ക് വിളവ് കൂടുതൽ പന്നിയൂറിൽ നിന്ന് ലഭിക്കും. പക്ഷെ തൂക്കക്കൂടുതൽ കിട്ടുന്നത്
കരിമുണ്ടയാണ്, പഴയ കരിമുണ്ടയാണ്. കരിമുണ്ട മുളകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കിലോയ്ക്ക് 1 കിലോ ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഇപ്പോൾ വരുന്ന പന്നിയൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളവ് നല്ല നീളമുള്ള തിരിയും നിറച്ച് മണിയുണ്ട്. പക്ഷേ അത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് അതിന് തൂക്കക്കുറവാണ്. വെള്ളമുണ്ടി ഉള്ളതെന്ന് പറഞ്ഞാൽ വെള്ളമുണ്ടിയും ഈ 3 കിലോയ്ക്ക് ഒന്നെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ കിട്ടും. വെള്ളമുണ്ടിയും കുറച്ചേ ഉള്ളൂ. പക്ഷേ അത് ഇട്ട് കഴിഞ്ഞാൽ നീളമുള്ള തിരിയായിരിക്കും, പകുതി നിറച്ച് മണി പിടിക്കും, പകുതി മണി പിടിക്കാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ കരിമുണ്ടയാണ് ഏറ്റവും നല്ലത്. നല്ല വിളവും കിട്ടും, തൂക്കവും നല്ല തൂക്കമാണ്. താങ്ങുകാലായിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? നേരത്തെ മുരിക്കായിരുന്നു. മുരിക്ക് നമ്മുടെ ഹൈറേഞ്ചിൽ വ്യാപകമായിട്ട് മുരിക്കിൻ്റെ കമ്പ് വെട്ടിയിട്ട് കിളിപ്പിച്ചായിരുന്നു എൻ്റെ കൊച്ചിലെയൊക്കെ അച്ഛനും വല്യച്ഛനും ആ സമയത്ത് നട്ട് കൊടി പടർത്തിക്കൊണ്ടിരുന്നത്. കൊടിവള്ളി ഇട്ട് കിളിപ്പിച്ച് അന്ന് തവാരണക്കൊടി ഇടുന്ന പരിപാടിയില്ല. മുരിക്കിന്റെ കമ്പ് വെട്ടിയിട്ട് മെയ് മാസത്തിലേക്ക് അത് നടും. ജൂൺ മാസം മഴ പെയ്യുന്നുണ്ടെങ്കിൽ ആദ്യത്തെ മഴയത്ത് ഒരു 4 വള്ളി വെച്ച് അതിന്റെ ചവിട്ടി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിടിച്ച് കയറി നല്ലപോലെ കായ്ക്കുമായിരുന്നു. ഇപ്പം ഒരു 15-20 വർഷം മുമ്പ് മുരിക്കിന് മൊത്തം വ്യാപകമായിട്ട് ഇല ചുരുങ്ങി കേട് വന്ന് ഈ പ്രദേശങ്ങളിൽ മുരിക്കിപ്പം ഇല്ല. ഇടുക്കി ജില്ലയിൽ പൊതുവെ മുരിക്ക് നാമാവശേഷം എന്ന് വേണം പറയാം. നാമാവശേഷമായി. അത് കഴിഞ്ഞ് താങ്ങുമരമായിട്ട് പ്ലാവ്, മറ്റ് പറമ്പിലുണ്ടായിരുന്ന മരങ്ങളൊക്കെ ഇല കൊതി നിർത്തി അതിലാണ് ഇപ്പൊ കൃഷി ചെയ്യുന്നത്. മുരിക്കില്ല. എൻ്റെ പറമ്പിൽ 2 മുരിക്കേ ഉള്ളൂ, 2-3 മുരിക്കേ ഉള്ളൂ. ബാക്കിയെല്ലാം പ്ലാവും മറ്റു ചെറിയ മരങ്ങൾ ഉപയോഗിക്കുന്നത്. കൊന്ന വ്യാപകമായിട്ട് ഇട്ട് പിടിപ്പിച്ചായിരുന്നു. കൊന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് വളം വലിച്ചെടുക്കുന്നു. കൊന്ന പിടിപ്പിക്കുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട്, അതിന്റെ ചവർപ്പ് വെട്ടിയിട്ട് കഴിഞ്ഞാൽ നല്ല വളമാണ്. പക്ഷെ നമുക്ക് കയറി പറിക്കാൻ കൊന്ന വളരണേ കുറച്ച് വർഷം എടുക്കും. അത് വളർന്ന് കുറച്ച് വർഷം എടുക്കുന്ന മാത്രമല്ല, കൊന്നയിൽ ഇതിന്റെ അട്ടക്കാട് പിടിച്ച് കയറത്തില്ല. കെട്ടിക്കൊടുക്കണം. കെട്ടിക്കൊടുത്താൽ അതിന് കമ്പ് തിരിഞ്ഞു കഴിയുമ്പോൾ ആ കമ്പിൽ ഇട്ടിട്ട് കയറ്റിയാലേ ഈ കൊന്നയെ പിടിക്കത്തുള്ളൂ. മറ്റു മരങ്ങളിലെന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടി ഒന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ച് കയറും. നമ്മൾ വർഷത്തിലൊന്ന് അതിന്റെ ഹേരം വെട്ടുകയും ഒന്ന് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ പിടിച്ച് കയറിക്കോളും. കൊന്നയിൽ അങ്ങനെ പിടിച്ച് കയറത്തില്ല. കുരുമുളക് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു 3 വർഷം നന്നായിട്ട് പരിചരിക്കണമല്ലോ. ആ സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? 3 വർഷത്തിനുള്ളിൽ 2ാമത്തെ വർഷത്തിൽ കായ്ക്കും. ഇപ്പം നമുക്ക് ഉദാഹരണത്തേക്ക് നഴ്സറികളിൽ നിന്നും പിന്നെ കോപ്പറേറ്റീവ് ബാങ്കൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നുണ്ട്. അത് ഈ നല്ല ഇനം കൊടികളാണ് അവർ കൊണ്ടുപോയിക്കുന്നത്. ഈ പന്നിയൂറിന്റെ ഇപ്പോഴത്തെ പുതിയ ഇനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അതൊക്കെ 2ാം വർഷം തന്നെ കായ്ക്കും. ഇപ്പം മരച്ചവട്ടിൽ ഒരു 3 വള്ളിയുള്ളത് 25 രൂപ, 3 ക്ലിപ്പ് മാത്രമുള്ള ഇത് കിട്ടും. 25 രൂപ കൊടുത്ത് മേടിച്ച് ഞാനൊരു 50 മൂട് കഴിഞ്ഞതിൻ്റെ 9 വർഷം കമ്മിട്ട് ബാങ്കിൽ നിന്ന് മേടിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. അത് പിറ്റേ വർഷം തന്നെ കായ്ച്ചു. അത് മഴ പെയ്യുന്നുണ്ടെ പൊട്ടിച്ച് കുഴിയിലേക്ക് വെച്ചിട്ട് ചാണകപ്പൊടിയും ഇച്ചിരി വേപ്പിണ്ണാക്ക് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നിശല്യം ഭയങ്കരമാണ്. ചാണകം ഇട്ട് കഴിഞ്ഞാൽ വിര ഉണ്ടാകുന്ന കാരണം പന്നി വന്നിട്ട് പന്നിശല്യം ഭയങ്കരമാണ്. വന കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ശല്യം എന്ന് പറഞ്ഞാൽ പന്നിയാണ്. ഈ ഏലത്തിനകത്തും അതെ. മറ്റേ ചേമ്പും ചേനയും കാച്ചിലും ഒക്കെ നട്ടു കഴിഞ്ഞാൽ പണ്ട് ചേനയ്ക്കും കാച്ചിലിനും ഉപദ്രവമില്ലായിരുന്നു. ഇപ്പം ചേനയും കാച്ചിലും എല്ലാം കുതികളെ അവർക്ക് തീറ്റയില്ല വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് ഞങ്ങൾ ചെയ്യുന്നത് പറഞ്ഞാൽ ജൈവവേലി, ചെമ്പരത്തി വേലി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നെറ്റ് വലിച്ചു കെട്ടി മണ്ണിൽ ചേർത്ത് കമ്പടിച്ച് കെട്ടിയിരിക്കുന്നത്. അങ്ങനെ സംരക്ഷിക്കുന്നതുകൊണ്ടാണ് കപ്പയും ചേനയും ചേമ്പും കിട്ടുന്നത്. എന്നിട്ടും അതിന് തൊട്ടടുത്ത് വരെ അത് എങ്ങനെയും കയറാൻ പറ്റുകയാണെങ്കിൽ വന്ന് നശിപ്പിച്ചിട്ട് പോകും. കൊടി നടുന്നത് ജൂൺ മാസത്തിലാണ് നടുന്നത്. ജൂൺ മാസത്തിൽ മഴ കിട്ടുന്ന കഴിഞ്ഞ ആദ്യത്തെ കവർ പൊട്ടി പണ്ട് വേര് പിടിക്കാൻ നമ്മൾ നേരത്തെ നടുവായിരുന്നു. ഇപ്പം ആ വേര് പിടിച്ചത് കിട്ടുന്ന കാരണം മരത്തിൻ്റെ എവിടേക്ക് ഒരു അരയടി മാറ്റിയിട്ട്, മരത്തെ ചേർത്തല്ലായിരുന്നു, ഒരു അരയടി മാറ്റി ഒരു കുഴിയെടുത്ത് ചാണകപ്പൊടിയും വേപ്പിണ്ണാം കൂടി ഇട്ട് നടുന്നു. ചെറുതായിട്ട് അകത്തി മരത്തിൽ നിന്ന് മുറിയിരിക്കാതിരിക്കാൻ വേണ്ടി ചെറിയ കയറിട്ട് കെട്ടിക്കൊടുക്കും. പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഒരു സമയത്ത് കയറിനേക്കാൾ ലാഭമാണെന്ന് പറഞ്ഞ് പ്ലാസ്റ്റിക് കെട്ടി കഴിയുമ്പോഴത്തേക്ക് മരം വലുതാകും, ഈ കൊടിയും വലുതാകുന്നതിനനുസരിച്ച് മുറിഞ്ഞു പോകുന്നത്. ഇപ്പം കയറ് തന്നെ പറ്റത്തുള്ളൂ. കൊടി സംരക്ഷിക്കണമെങ്കിൽ കയറ് വെച്ച് കെട്ടിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കയറൊക്കെ വെച്ച് കെട്ടിക്കൊടുത്ത് പരിചരിച്ച ഇപ്പോഴത്തെ അവസ്ഥയിൽ 2ാം വർഷം തന്നെ കായ്ക്കുന്നുണ്ടെന്നാണ് ഉത്തമൻ ചേട്ടൻ പറയുന്നത്. അങ്ങനെ പരിചരിച്ച് വന്നു കഴിയുമ്പോൾ വേനൽക്കാലം ആകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടി വരാറുള്ളത്? വേനൽ തൈക്കൊടിയാണെങ്കിൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും കൊടിക്ക് നല്ല വെയിൽ കിട്ടണം. വെയിൽ കിട്ടിയാലേ ഇത് വളർന്ന് മേളിലോട്ട് കയറത്തുള്ളൂ. ചൂടലാണെങ്കിൽ കൊടി വളരത്തില്ല, മുരടിച്ച് നിൽക്കത്തേ ഉള്ളൂ. അപ്പം മരത്തിൻ്റെ കൊമ്പുകൾ നമ്മൾ ഇറക്കി കൊടുക്കണം. അതുപോലെ തന്നെ കെട്ടിക്കഴിഞ്ഞ് തൈക്കൊടി ഒരു 3-4 വർഷം വരെ അത് പൊതിഞ്ഞ് കെട്ടിക്കൊടുക്കും. പണ്ടൊക്കെ ചുറ്റീന്നലും ഒക്കെ ഇഷ്ടംപോലെ കിട്ടുമായിരുന്നു. ചുറ്റീന്നൽ എൻ്റെ കുഞ്ഞിലേക്ക് എന്ന് പറഞ്ഞാൽ മേട്ടിൽ പോയി ചുറ്റീന്ന് കെട്ടിക്കൊണ്ടുവന്നിട്ട് പൊതിഞ്ഞ് കെട്ടി അവിടെ നിർത്തി കഴിഞ്ഞാൽ ആദ്യത്തെ മഴ വരുമ്പോഴത്തേക്ക് ഇത് മാറ്റി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് നല്ലപോലെ കയറിപ്പോവും. ഇപ്പം ആ അവസ്ഥ മാറിയിട്ട് ഇപ്പം ചാക്ക് കണ്ടിച്ച് 4 കുറ്റി അടിച്ച് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. പടിഞ്ഞാറൻ വെയിൽ അടിക്കുന്നിടത്താണ് നല്ലപോലെ ചെയ്യണം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന അവസ്ഥയൊന്നും വെള്ളം കൊടിക്ക് അങ്ങനെ തൈക്കൊടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല. 2-3 വർഷം കഴിഞ്ഞാൽ പിന്നെ ഇതിന് വെയിലിൽ നിന്ന് ഒരു സംരക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെ അതുപോലെ ഞാനിപ്പം എടുത്തേക്കുന്ന പറമ്പും ഉള്ള പറമ്പും അങ്ങനെ പടിഞ്ഞാറൻ വെയിൽ ശക്തമായിട്ട് അടിക്കുന്ന സ്ഥലമല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു പരിചരണത്തിന്റെ ആവശ്യം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है।
अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। പ്രധാനമായിട്ട് ഈ കുരുമുളകിനെ ബാധിക്കുന്ന രോഗകീടബാധകൾ എന്തൊക്കെയാണ്? ഇത് മുഞ്ഞ ബാധിക്കും. ഈ മുഞ്ഞ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരിതരാന്ന് വന്ന് മുരടിച്ച് നിന്നിട്ട് അത്രയും ഉണങ്ങിപ്പോവും. അതുപോലെ തന്നെ ദുരിതവാട്ടം, ഇല മൊത്തം മഞ്ഞ കളറാകുക, അതൊക്കെ ആ സമയത്ത് ഇതിന് മരുന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ മയിലാടുംപാറയിലോ പാമ്പടംപാറയിലോ ഏല ഗവേഷണ അവരെ വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ ഓരോ മരുന്ന് പറഞ്ഞു തരും. ഇത് അടിച്ചാൽ മതി, ഇത് തിരിച്ചടിക്കുക, അല്ലെങ്കിൽ ഇന്നത് അടിക്കുക എന്ന് പറഞ്ഞ സമയത്ത് ഈ ഏലത്തിനെ പോലെ വ്യാപകമായ ഒരു കീടനാശിനികളോ മറ്റൊന്നും അങ്ങനെ കുരുമുളകിന് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല, ഇതുവരെ ഉപയോഗിച്ചിട്ടുമില്ല. നല്ല രീതിയിൽ ചെയ്തു പോകുന്ന, നല്ല തെളിച്ചു നിർത്തുന്നതാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. വരുന്നതും പന്നിയൂറിനാണ് കണ്ടമാനം വെയിലടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയ വാട്ടം വരുന്നത്. അതാ വിളയുന്ന സമയമാകുമ്പോഴത്തേക്കാണ്. വിളയാറാകുമ്പോഴത്തേക്ക് നമുക്ക് പന്നിയൂറിന് ഒരു ചെറിയ വാട്ടമൊക്കെ വരാറുണ്ട് ചില കൊടികൾക്ക്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടി ഇട്ട് കഴിഞ്ഞാൽ എല്ലാ വർഷവും അതിന് ചെവിടിളക്കി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക, ചാണകം മാത്രം ഇട്ട് കൊടുക്കാനുള്ള ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ഇപ്പം അങ്ങനെ എല്ലാ വർഷവും അങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ല. ഇടയ്ക്കൂടെ ഏലമുള്ള കാരണം ഏലത്തിന് ചെയ്യുന്നതിൻ്റെ വളം കിട്ടുന്നു, അല്ല കൊടിക്ക് പ്രത്യേകമായിട്ടൊരു വളം ഇട്ട് കൊടുക്കലായിട്ടില്ല ഇപ്പം. ഈ ഏലത്തിന്റെ ഇടവഴി കൃഷി ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കുരുമുളകിന് വളപ്രയോഗത്തിന്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ മരുന്ന് പ്രയോഗങ്ങളും കീടരോഗബാധ നിയന്ത്രണമൊക്കെ മയിലാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നടത്തുന്നതാണ് ഉത്തമൻ ചേട്ടൻ പറയുന്നത്. ഇനി ഈ കുരുമുളക് നമ്മൾ ആദായം എടുക്കുന്നതൊക്കെ എങ്ങനെയാണ്? ആദായം എടുക്കുന്നത് കഴിഞ്ഞ വർഷമൊക്കെ തീരെ കുറവായിരുന്നു. ഇപ്രാവശ്യം ഒരുമാതിരി നല്ല വിളവുള്ളതുകൊണ്ട് ആദ്യം ഒരു തിരി ഉണ്ടാകുന്ന അതിൻ്റെ അടുത്ത തിരി, ആദ്യത്തെ തിരി താഴത്തതായിരിക്കും, അതായിരിക്കും ആദ്യം വിളഞ്ഞു വരുന്നത്. അതാദ്യം പറിച്ചെടുക്കുന്നു. അത് സാധാരണ ഒരു ഏകദേശം നല്ലപോലെ പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്നിച്ച് തീർത്ത് പറിക്കുകയാണ് ഹൈറേഞ്ച് മൊത്തം ഇപ്പം ചെയ്യുന്നത്. അങ്ങനെയാണ് 40% ആൾക്കാർ പച്ചയ്ക്ക് തന്നെ പറിച്ച് ഇത് പൊട്ടും വിളഞ്ഞും എല്ലാം കൂടെ പച്ചയ്ക്ക് പറിച്ച് കൊടുക്കുക. അത് ഉണങ്ങാനുള്ള അസൗകര്യം പണ്ടത്തെ കണക്കല്ല. ഇപ്പോഴത്തെ വീടുകളിൽ അടുത്തടുത്ത് വീടായി ഏലകൃഷി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഉണങ്ങാൻ തണല് സൗകര്യക്കുറവുണ്ട്. അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ സ്ഥിരമായിട്ട് ഉണങ്ങിയേ കൊടുക്കാറുള്ളൂ. ഒരു 60 കിലോ 70 കിലോ മുളക് കഴിഞ്ഞ വർഷം അത്രയാണ് കിട്ടിയത്. ഞാൻ മൊത്തം ഉണങ്ങി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഉണങ്ങി വെച്ചിരുന്നിട്ട് വില വരുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് എനിക്ക് പണ്ട് തൊട്ടുള്ളത്. പണ്ടും അച്ഛനൊക്കെ പത്തായത്തിൽ മുളക് പറിച്ചിട്ട് വെച്ചിട്ട് ഓണത്തിനൊക്കെ വായി കൊണ്ടുപോയി വിൽക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ഇത് സൂക്ഷിച്ച് വെച്ചേക്കുന്ന അടപ്പുള്ള പ്ലാസ്റ്റിക് ടിന്നുണ്ട്, അതിനകത്തിട്ട് വെക്കുന്നതുകൊണ്ട് പൂപ്പലുണ്ടാകാറില്ല. അത് നേരത്തെ ഞാൻ ചാക്ക് കെട്ടി വെച്ചുകൊണ്ടിരുന്ന, അപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് പറഞ്ഞത് ടിന്നകത്തിട്ട് ഇതുപോലെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ വായു കിടക്കാതെ വെച്ച് കഴിഞ്ഞാൽ പൂക്കത്തിൽ. അത് ഒരു നല്ല ശിഷ്ടമാണ്. ഇപ്പം ഒരുപാടുള്ളവർക്ക് 500-600 കിലോ ഉള്ളവർക്കൊന്നും പറ്റത്തില്ലെങ്കിൽ പോലും എനിക്കൊരു 100 കിലോയ്ക്കകത്ത് കിട്ടുന്നതുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ അങ്ങനെയാണ് ഇത് സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. മറ്റ് പൂപ്പലോ അല്ലെ അങ്ങനെയുള്ള യാതൊരു കേടും ഇതിന് ഉണക്കി വെച്ചിട്ട് ഞാൻ ഉണ്ടാകാറുമില്ല. എനിക്ക് ജാതി കൃഷി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ജാതി കൃഷി എങ്ങനെയാണ്? ഇത് ഏലത്തിന്റെയും കുരുമുളകിന്റെയും ഇടയ്ക്ക് തന്നെയാണോ കൃഷി ചെയ്തിരിക്കുന്നത്, അതോ വേറെ മാറ്റി കൃഷി ചെയ്തിരിക്കുകയാണോ? മാറ്റി കൃഷി ചെയ്തേക്കല്ല. ഞാൻ ഈ കുരുമുളകായിരുന്നു ആദ്യം മൊത്തം ഉണ്ടായിരുന്നത്. ഈ ഏലകൃഷി തുടങ്ങിയിട്ട് ഒരു 6 വർഷമേ ആയുള്ളൂ. കുരുമുളകായിരുന്നു. കുരുമുളകും ജാതിയും കാപ്പിയും ഒക്കെ കൂടെ ഒന്നിച്ച് നിന്നിരുന്നത്. അപ്പോൾ ഈ കുരുമുളകിൻ്റെ ഉൽപ്പാദനം തീരെ കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനിടവഴി ജാതി കുറേ വെച്ചു. ബഡ് ജാതി മേടിക്കാൻ കിട്ടുമായിരുന്നു, 500 രൂപ വിലയ്ക്ക് ഇവിടെ കിട്ടുമായിരുന്നു. ആ സമയത്ത് കുറേ ജാതി മേടിച്ചു വെച്ചു. ജാതിയും വളർന്നു പറഞ്ഞു കഴിഞ്ഞാൽ 6 വർഷം 7 വർഷമൊക്കെ ആയിട്ടാണ് ഇപ്പോൾ കായ്ക്കുന്നത്. ബഡ് ജാതി എന്ന് പറഞ്ഞാൽ 3 വർഷം കായ്ക്കും എന്നൊക്കെ പറഞ്ഞു തരും, പക്ഷേ അത് കായ്ക്കാറില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, കായ്ക്കാറില്ല. നല്ല വളർന്ന് പടർന്ന് നല്ല രീതിയിൽ നിൽക്കുന്ന ഇതാണ് ഉള്ളത്. 5 വർഷം ഇപ്പം കഴിഞ്ഞ വർഷം കുറച്ച് കായുണ്ടായി, ഈ വർഷം കുറച്ചുകൂടെ കൂടുതലുണ്ട്. എന്നാൽ പോലും നിറച്ച് കായ്ക്കാറായിട്ടില്ല. ഒരു 6 വർഷമായ ജാതിയാണുള്ളത്. ഒരു 10-20 മൂട് ജാതിയുണ്ട്. അത് കഴിഞ്ഞ വർഷവും ഈ വർഷമായിട്ട് കുറച്ച് കായ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അത് ഈ കുരുമുളകും ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനിടവഴി വെച്ചിരുന്നു. ജാതിയും കായ്ക്കാൻ താമസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ആദായം പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏലം വെക്കണം. അങ്ങനെ ഏലം വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കൊടികൾ പറിച്ചു കളയേണ്ടതായിട്ട് വന്നു. ഏലത്തിന് അടിയിലായി. ഏലം ഒറ്റ വർഷം കൊണ്ട് തന്നെ വളരും. രണ്ടാമത്തെ വർഷമായി കഴിയുമ്പോഴത്തെ ഏലം ഒരു 10-15 അടി പൊക്കമാകും. അതിനടിയിൽ നിൽക്കുന്ന ഒരു കൊടിയും കുരുമുളക് കൊടിയും കായ്ക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ അത് എനിക്ക് കുറച്ച് കളയേണ്ടതായിട്ട് വന്നു. ഒന്നിച്ചാണ് കൃഷി ചെയ്തേക്കുന്നത്. എനിക്ക് പ്രത്യേകം കൃഷി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി കൃഷി ചെയ്തേക്കുന്നത് ചേന, ചേമ്പ്, കാച്ചിൽ, മഞ്ഞൾ, ഇഞ്ചി. ഇത് മാത്രം കുറച്ചൊരു 25-30 സെൻറ്റ് സ്ഥലം മാറ്റിയിട്ടിട്ടുണ്ട്. അവിടെ
ഇഞ്ചിയും മഞ്ഞളും കുറച്ച് കൊടുക്കാൻ കിട്ടും, ചേനയും. ബാക്കി നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കുറേ പച്ചക്കറി കൃഷിയുണ്ട്. എന്തായാലും ജാതി കൃഷിയും ഒരുവിധം മികച്ച രീതിയിലേക്ക് ആയി വരുന്നുണ്ടല്ലേ? അതെ, 10-20 ജാതിയുണ്ട്. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വർഷവും ഈ വർഷമായിട്ട് ഓരോ വർഷവും കൂടുതലായി ഉണ്ട്. ഇപ്രാവശ്യം ഒരു 10-40 കിലോയോളം കിട്ടുന്ന പോലെ എല്ലാം കായ്ച്ചിട്ടുണ്ട്. അടുത്ത വർഷം തൊട്ട് ഇതിലും കൂടുതൽ നല്ല വളർന്നു നിൽക്കുന്ന ജാതിയാണ്. അതുപോലെ തന്നെ അതിനും പ്രത്യേകിച്ച് വളം ചെയ്യാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലത്തിനകത്തായതുകൊണ്ട് ഏലത്തിന് ചെയ്യുന്ന വളങ്ങൾ ഈ കൊടിക്കും ജാതിക്കും കിട്ടുന്നുമുണ്ട്. തന്നെയല്ല, ജാതിക്ക് നമ്മൾ പ്രത്യേകിച്ച് കീടനാശിനി ഒന്നും പ്രയോഗിക്കേണ്ട ആവശ്യം വരുന്നുമില്ല. ജാതിക്ക് കീടനാശിനികളൊന്നും പ്രയോഗിക്കുന്നില്ല, കീടനാശിനിയുടെ ആവശ്യം വരുന്നില്ല. ജാതിക്ക് അങ്ങനെ ഒരു കേട് ഇതുവരെ, ഞാനിപ്പം 5-6 വർഷമായിട്ട് ജാതി കൃഷി ചെയ്യുന്നുണ്ട്. എൻ്റെ തൊട്ടടുത്ത പറമ്പിൽ ജാതി കൃഷി നേരത്തെയുള്ള അവർക്ക് വലിയ കൃഷി, അതിനൊന്നും അങ്ങനെ വളപ്രയോഗങ്ങളോ, വളം ചെയ്യുന്നുണ്ട്, ചാണകപ്പൊടിയും വേപ്പിണ്ണാക്കൂടി ഇട്ട് കൊടുക്കും. പ്രത്യേകിച്ച് അങ്ങനെ ഒരു രോഗബാധ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. ഹൈറേഞ്ചിലെങ്ങും അങ്ങനെ രോഗബാധ, ജാതിക്ക് അങ്ങനെ രോഗബാധ ഇല്ല. പക്ഷേ വെയിലായി കഴിയുമ്പോഴത്തേക്ക് ഇതിന് വെള്ളം ആവശ്യമുണ്ട്. അത് ഒരുമാതിരി വെയിലടിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഏലത്തിന് ഉപയോഗിക്കുന്ന പോലെ തന്നെ വെള്ളം ഏലത്തിന് അടിക്കുന്ന കൊട്ടത്ത് ഇതിനും അടിച്ചു കൊടുക്കാറുണ്ട്. ചുവടിളക്കി ചുറ്റിനും ചപ്പിട്ട് ഏലം സംരക്ഷിക്കുന്ന പോലെ തന്നെ ജാതിയുടെയും ചുവട് സംരക്ഷിക്കുന്നുണ്ട്. ആദായം 5-6 വർഷം കഴിഞ്ഞാൽ കിട്ടുന്നെങ്കിൽ പോലും ജാതി എന്ന് പറയുന്നത് 10-30 വർഷത്തോളം നിൽക്കുന്ന ഒരു മരമായതുകൊണ്ട് തന്നെ അതിനെ ചെറുപ്പത്തിൽ നല്ലപോലെ സംരക്ഷിച്ചാണ് ഞാനിപ്പോൾ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ പൊതുവേ കാർഷിക പ്രവർത്തനങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് അല്ലേ? അതെ, ഇപ്പം കാർഷിക പ്രവർത്തനങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോകുന്നത്. സാംസ്കാരിക പ്രവർത്തനം കുറേ ഉണ്ട് ഭാഗമായിട്ട്, അത് ഇതിനിടയ്ക്ക് സമയം കിട്ടും. അപ്പോൾ ഈ കൃഷിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ സംതൃപ്തനാണോ? അതെ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നടന്നിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അന്നേരം കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നു. ഒരു 8-9 മണി വരെ എന്തായാലും കൃഷിയിടത്തിൽ തന്നെ. അതിനിടയ്ക്ക് ഭാര്യ ചായ കൊണ്ടുവരും, അവിടെ തന്നെ കുടിക്കുന്നു. എന്നും ഒരു ദിനചര്യ പോലെ ചെയ്തുകയാണ്. എന്നും ഒരു ദിവസം അതിന് മുടക്കം വന്നിട്ടില്ല. യാദൃശ്യമായിട്ട് എവിടെയെങ്കിലും യാത്ര പോകേണ്ടതായിട്ട് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു 6-7 മണിയാകുമ്പോൾ എന്തായാലും ഞാൻ പറമ്പിലായിരിക്കും. അതാ എൻ്റെ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് മൊത്തം അറിയാം. അപ്പോഴേ ചോദിക്കും, എന്നെ ഇടയ്ക്ക് കണ്ടാൽ ചോദിക്കുന്ന, പറമ്പിൽ ഇറങ്ങിയില്ലേ, ഇന്നൊന്നും ഇല്ലായിരുന്നോ എന്ന് ചോദിക്കും. പിന്നെ കൃഷിപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൂലിപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാരായവരാരും നമുക്ക് കൃഷിക്ക് ഇറങ്ങാറില്ല. എൻ്റെ മകനെ ഞാൻ ഇടയ്ക്ക് കൂട്ടാറുണ്ടെങ്കിൽ പോലും അവൻ ഇപ്പം ഒരു വർഷമായിട്ട് അവൻ്റെ പഠനവും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ അങ്ങ് പോവാണ്. ഇതുവരെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാറുണ്ട്. ഇപ്പോഴത്തെ യുവതലമുറയോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ ഒരു കൃഷിഭൂമിയുണ്ട്, സ്വന്തമായിട്ട് അച്ഛനമ്മമാർ പാരമ്പര്യമായിട്ട് തന്ന കുറച്ച് കൃഷിഭൂമി കിട്ടിയാൽ അത് കൃഷി ചെയ്യിക്കണമെങ്കിൽ പോലും കൃഷി അറിഞ്ഞിരിക്കണം. നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ, ഇന്നത്തെ ആർക്കും കൃഷി ചെയ്യാൻ അറിയില്ല. കൃഷി ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി കൃഷി ചെയ്ത് വരാത്ത ഒരാൾക്ക് പെട്ടെന്ന് കപ്പത്തളം വെട്ടാനോ അല്ലെങ്കിൽ ഒരു ചേന നടാനോ കാച്ചിൽ നടാനോ അല്ലെങ്കിൽ ഏലം നടാനോ പറഞ്ഞാൽ അറിയത്തില്ല. അത് വേറെ ആളെ കൊണ്ട് ചെയ്യിക്കണമെങ്കിലും നമുക്കറിയാതെ വളപ്രയോഗങ്ങൾ കാര്യങ്ങളെല്ലാം നമുക്കറിയാതെ ഒരാളെ കൊണ്ട് ചെയ്യിക്കാനും പറ്റില്ല. അതുപോലെ തന്നെ കൃഷിക്ക് ഇപ്പം ഗവൺമെന്റിന്റെ റേറ്റ് അനുസരിച്ച് കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് താഴെ ഒരു റേറ്റാണ് ഗവൺമെന്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു കൂലിപ്പണിക്കാരന്. പക്ഷേ അത് തോട്ടം മേഖലകളിൽ അവർ PF-ഉം ESI-യും ഒക്കെ കൊടുത്ത് ചെയ്യിക്കുന്നിടത്ത് മാത്രമേ നടക്കത്തുള്ളൂ. നമ്മൾ ഒരു വ്യക്തി നടത്തുന്ന ഒരു കൃഷിയിടത്തിൽ നമ്മൾ PF-ഓ ESI-യോ കൊടുക്കുന്നില്ല. 1-2 പേര് വന്ന് കൃഷി ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് 850 രൂപ ചിലവ് കഴിഞ്ഞ്, ചിലവില്ലാതെ 1000 രൂപ, ഈ മരം ഇറക്കുന്നതിന് 1200 രൂപ, അതൊരു റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് നമ്മൾ കൊടുത്തേ മതിയാകത്തുള്ളൂ. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ഏലത്തിന്റെ ക്ലാസ്സിന് പങ്കെടുത്ത് കഴിഞ്ഞപ്പം എത്ര ഒരു ഫോം തന്നിട്ടത് പൂരിപ്പിച്ച് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അന്നേരം 850 രൂപ എന്ന് എഴുതി വെച്ചു കൂലിപ്പണി കൊടുക്കുന്നത്. അപ്പം അത് വായിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, ഗവൺമെന്റ് നിശ്ചയിച്ചേക്കും തുക അറിയാവോ, ഇത് നിങ്ങൾ എഴുതിയേക്കുന്നത് ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് നഷ്ടം വരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ നഷ്ടം വരുന്നതല്ല, നമുക്ക് ചെയ്യിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ 450 അല്ലെങ്കിൽ 500 രൂപ ആരും വരത്തില്ല. പണിയാൻ നമുക്ക് ആളെ കിട്ടണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് പൈസ കൊടുത്താലേ വരത്തുള്ളൂ. അതാണ് ഇന്നത്തെ അവസ്ഥ. വീട്ടിലാർക്കാണ്? വീട്ടിൽ ഭാര്യ ജോലിയൊന്നുമില്ല, എന്നെ സഹായിക്കുകയും വീട് പണി ചെയ്യുന്നു. മകൻ PG കഴിഞ്ഞു, BSc എഴുതിയും തൊഴിലന്വേഷകനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. മകള് PG കഴിഞ്ഞു, ഇംഗ്ലീഷായിരുന്നു, വിവാഹം കഴിച്ചയച്ചു. തിരുവനന്തപുരത്ത് ഭർത്താവിന് ജോലിയുണ്ട്. അപ്പോൾ അവരവിടെയും ആയിട്ട് കഴിയുന്നു. ഒരു കുഞ്ഞുണ്ട് അവൾക്ക്. അങ്ങനെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ട് നീക്കുക. ഈ കൃഷിയുള്ളതുകൊണ്ട് നമുക്ക് സമയം പോകുന്ന അറിയത്തേയില്ല. എന്തായാലും ഒത്തിരി സന്തോഷം. നെടുങ്കണ്ടം പഞ്ചായത്തിലെ താന്നിമൂട് മുഴുവൻ സമയം ഏലം, കുരുമുളക്, ജാതി, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ എല്ലാ ഇനം കൃഷികളിലും ഏർപ്പെടുന്ന കർഷകനുമായ റിട്ടയർഡ് പട്ടാളക്കാരൻ കൂടിയായ ഉത്തമൻ N മേലെ മണ്ണാനത്താണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. നെടുങ്കണ്ടം തൂക്കുപാലത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ N ഉത്തമൻ അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയായിരുന്നു ഇതുവരെ. അദ്ദേഹവുമായി സംസാരിച്ചത് ജോഷി തോമസ്. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.
हैया, हैया रे हैया।